നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ CA സച്ചിദാനന്ദൻ്റെ അടുത്ത് നമ്മൾ നന്ദ് പറയുന്നുണ്ട്, എന്തായാലും സാർ എന്തായാലും ഇന്ന് കോടതിയിൽ വരാനുള്ളതായിരുന്നു, വന്നിരുന്നെങ്കിൽ അനാമികയുടെ അച്ഛൻ ഏതെല്ലാം വഴികളിൽ കൂടാണ് സഞ്ചരിച്ചതെന്നൊക്കെ സാറിന് ബോധ്യപ്പെട്ടതിനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ എന്തായാലും കേസ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ അതിൻ്റെ വിധി പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനന്തപുരിക്കാരെ എന്തായാലും കുറ്റവിമുക്തരാക്കിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ സച്ചി സാറിന് അങ്ങോട്ട് അത്ര ഇഷ്ടം ആവുന്നില്ല കേട്ടോ. സാറും വിചാരിച്ച അനി എന്തായാലും ജയിലിൽ പോകുന്നൊക്കെയല്ലേ വിചാരിച്ചത്, അപ്പോൾ അതൊന്നും നടന്നില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടം നമ്മൾ CA സാറിൻ്റെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അനിയും നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. നമ്മൾ നന്ദു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം ഒന്ന് മുടക്കണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അനി പറയുന്നുണ്ട് എന്തായാലും അതിന് മുടക്കാൻ പറ്റും, എന്തായാലും ആ നിശ്ചയം നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നുണ്ട് പറ്റത്തില്ല, നിശ്ചയം എന്തായാലും മുടക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും ആ CAയുടെ കൈയും കാലും ഒക്കെ അങ്ങ് ഞാൻ തല്ലി ഓടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ മുത്തശ്ശനെയും ജലജയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ നമ്മളെ ജലജയെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഇവനെന്തായാലും ഈ കുടുംബത്തിൽ ഇപ്പം നിൽക്കുന്നത് തന്നെ നിൻ്റെ ഒരു ഭാഗ്യം തന്നെ ആണെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താവുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് കേട്ടിട്ടാണെങ്കിൽ നല്ല ജലജയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.